ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മൾ ആഗ്രഹിച്ചതുപോലെ ഇന്നും ഈ ലൈനിലൂടെ ദൈവവചനവുമായി നമുക്ക് ഒരുമിച്ചായിരിക്കാൻ കർത്താവ് നൽകിയ ഈ നല്ല അവസരത്തിനായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രിയിലെ തിരുവചന ധ്യാനം നമുക്കെല്ലാവർക്കും അനുഗ്രഹമായി തീരട്ടെ. കഴിഞ്ഞ ആഴ്ചയിൽ നാം പഠിച്ചതായ തിരുവചനം അനേകർക്ക് അനുഗ്രഹമായിരുന്നു എന്നറിയുവാനിടയായതിൽ വളരെ സന്തോഷമുണ്ട്. എന്തുകൊണ്ടാണ് നമ്മൾ ഈ വചനം പഠിക്കേണ്ടതിനും പഠിപ്പിക്കേണ്ടതിനുമൊക്കെ ഉത്സാഹം കാണിക്കേണ്ടത് അല്ലെങ്കിൽ കാണിക്കുന്നത്? ദൈവവചനം ഇങ്ങനെയാണ് നമ്മെ പഠിപ്പിക്കുന്നത്. തിമോഥെയോസിൻ്റെ 2-ാം ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: നമ്മെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുന്നതായ ദൈവവചനമെന്ന്. അപ്പോൾ ഈ ദൈവവചനം എത്ര ശ്രേഷ്ഠമാണ്! നമ്മെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുന്നതാണ്. പൗലോസ് കൊലോസി ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: 1:28, സകല മനുഷ്യരെയും ക്രിസ്തുവിൽ തികഞ്ഞവരാക്കുവാനാണ് ഞങ്ങൾ ഉപദേശിക്കുന്നതും പഠിപ്പിക്കുന്നതുമെന്ന്. അതാണ് നമ്മുടെ ഈ ദൈവവചന ധ്യാനത്തിൻ്റെ ലക്ഷ്യം. കർത്താവ് തന്നെ പറഞ്ഞ് നമുക്ക് ഓർമ്മയുണ്ടല്ലോ, യോഹന്നാൻ 15:3-ാം വാക്യത്തിൽ, ഞാൻ നിങ്ങളോട് സംസാരിച്ച ഈ വചന നിമിത്തം നിങ്ങളിപ്പോൾ ശുദ്ധിയുള്ളവരാകുന്നു. അപ്പോൾ ഈ ദൈവവചനത്തിന് നമ്മെ ശുദ്ധീകരിക്കുവാൻ ശക്തിയുണ്ട്. നമ്മൾ ആ വചനം കേട്ട് വിശ്വസിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ, അനുസരിക്കുമ്പോൾ, അത് നമ്മുടെ ജീവിതത്തിലെ മലിനതകളെ മാറ്റി നമ്മെ ശുദ്ധീകരിക്കുവാൻ ശക്തിയുള്ളതാണ്. അതുകൊണ്ടാണ് ഈ വചനം പഠിപ്പിക്കുവാനായിട്ട് എപ്പോഴും ഉത്സാഹിക്കുന്നത്, പഠിക്കുവാനായിട്ടും ഉത്സാഹിക്കുന്നത്. അത് ഉത്സാഹത്തോടെ പഠിക്കുവാനായിട്ട് കടന്നു വരുന്ന വിവിധ സന്ദർഭങ്ങളിൽ അത് കേൾക്കുന്ന എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളിൽ പലരും അത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ഫേസ്ബുക്കിൽ അത് ഷെയർ ചെയ്യുകയും ചെയ്ത് എനിക്ക് മനസ്സിലായി. അത് അനേകര് കേട്ട് അനുഗ്രഹിക്കപ്പെടുമ്പോൾ നാം ഒരുമിച്ച് ഈ ദൈവത്തിൻ്റെ ശുശ്രൂഷയിൽ പങ്കാളികളാകുകയാണെന്നുള്ള കാര്യം നാം മറന്നുപോകരുത്. കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ആത്മാർത്ഥമായി നിങ്ങൾക്കായി ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചത് മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായത്തിൽ നിന്നായിരുന്നു. അതിൽ നമ്മൾ ഒടുവിൽ പറഞ്ഞു നിർത്തിയത് ജോസേപ്പിൻ്റെ സ്വഭാവ വിശേഷതകളാണ്. അദ്ദേഹത്തിൻ്റെ ആ നല്ല ക്വാളിറ്റീസ് നമ്മൾ കാണുകയുണ്ടായി. അൺകണ്ടീഷണലായിട്ട്, വ്യവസ്ഥ കൂടാതെ ദൈവത്തെ അനുസരിക്കുന്ന ഒരു വ്യക്തി. മാത്രമല്ല, വളരെ പെട്ടെന്നാണ് ദൈവത്തിൻ്റെ ആലോചനയ്ക്ക്, വചനത്തിന് താൻ കീഴ്പ്പെടുവാൻ, അനുസരിക്കുവാൻ ഉത്സാഹിച്ചതെന്നും നമുക്ക് കാണുവാൻ കഴിഞ്ഞു. താൻ നീതിമാനായിരുന്നു എന്ന് നേരത്തെ തന്നെ നാം പഠിച്ചതാണ്. കാര്യം മറിയയ്ക്ക് ഒരു ലോകാപവാദം വരരുതെന്ന് താൻ ആഗ്രഹിച്ചു എന്നുകൂടെ നമ്മൾ അദ്ദേഹത്തെക്കുറിച്ച് പഠിച്ചല്ലോ. നമ്മളിവിടെ കണ്ടത് 2-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യത്തിൽ, എന്നാൽ ഹേരോദാവ് കഴിഞ്ഞുപോയ ശേഷം കർത്താവിൻ്റെ ദൂതൻ മിസ്രൈമിൽ വെച്ച് ജോസഫിന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി, ശിശുവിന് പ്രാണഹാനി വരുത്തുവാൻ നോക്കിയവൻ മരിച്ചു പോയതുകൊണ്ട് നീ എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടിക്കൊണ്ട് ഇസ്രായേൽ ദേശത്തേക്ക് പോക എന്ന് പറഞ്ഞു. അവൻ എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടിക്കൊണ്ട് ഇസ്രായേൽ ദേശത്ത് വന്നു. അപ്പോൾ അതാണ് നമ്മൾ പറഞ്ഞത്, വളരെ പെട്ടെന്ന് ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് കീഴ്പ്പെടുന്ന, അനുസരിക്കുന്നയാളായിരുന്നു ഈ ജോസേപ്പ്. ഇവിടെ നമ്മൾ കാണുന്നല്ലോ, ഹേരോദാവ് കഴിഞ്ഞുപോയ ശേഷം അവിടെ പറയുന്നത്, ശിശുവിന് പ്രാണഹാനി വരുത്തുവാൻ നോക്കിയവൻ മരിച്ചുപോയതുകൊണ്ട്. നോക്കുക, നമ്മൾ ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കേണ്ടത്, അനേക ആളുകൾ കർത്താവിനെ ഉപദ്രവിക്കുവാൻ അല്ലെങ്കിൽ കർത്താവിൻ്റെ ജനത്തെ നശിപ്പിക്കുവാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഇവിടെ
ശിശുവിന് പ്രാണഹാനി വരുത്തുവാൻ നോക്കിയ ഹെരോദാവിനെ പോലെ എല്ലാ കാലഘട്ടത്തിലും ദൈവ ജനത്തെ ഉപദ്രവിച്ച് ദൈവത്തിൻ്റെ പ്രവൃത്തികളെ നശിപ്പിക്കുവാൻ ശ്രമിച്ചവരനേകരാണ്. എന്നാൽ അവരാരും സക്സസ്ഫുൾ ആയിട്ടില്ല എന്നുള്ളത് നമ്മൾക്ക് വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു ചരിത്ര സത്യമാണ്. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് പുതിയ നിയമത്തിലെ ശൗല് ദൈവജനത്തെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നു. അപ്പോൾ കർത്താവിനോട് ചോദിക്കുന്നത്, ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നതെന്ത്? അവന് പോലും അത് അറിയത്തില്ലായിരുന്നു അവൻ യേശുവിനെയാണ് ഉപദ്രവിക്കുന്നതെന്ന്. ഇന്നും അനേകർക്കും ദൈവത്തിന്റെ ജനത്തെ ഉപദ്രവിക്കുന്നത് ദൈവത്തെ ഉപദ്രവിക്കുന്നതിന് തുല്യമാണെന്ന് അവർക്ക് അറിയത്തില്ല. എന്നാൽ അവരുടെ പ്രവൃത്തികളൊന്നും സക്സസ്ഫുൾ ആകത്തില്ലെന്നുള്ള കാര്യം ഒരു സത്യമാണ്. നമ്മൾ ഇവിടെ വായിക്കുന്ന 3-ാം അധ്യായത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്: ആ കാലത്ത് യോഹന്നാൻ സ്നാപകൻ വന്ന് യഹൂദ്യ മരുഭൂമിയിൽ പ്രസംഗിച്ചു. അദ്ദേഹത്തിന്റെ പ്രസംഗ വിഷയം സ്വർഗരാജ്യം സമീപിച്ചിരിക്കിയാൽ മാനസാന്തരപ്പെടുവീൻ എന്നുള്ളതായിരുന്നു. 2-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചത് ഹേരോദാവിന്റെ കാലത്ത് യേശു യഹൂദ്യയിലെ ബേതലഹേമിൽ ജനിച്ച ശേഷം ഹേരോദാവിനെ കുറിച്ച് നമ്മൾ അല്പമായ കാര്യങ്ങളൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. ഇദ്ദേഹം ഒരു ഏദോമ്യനായിരുന്നുവെന്നും യഹൂദന്മാരോട് അനുഭാവമുള്ള ആളായിരുന്നെന്നൊക്കെ ഭാവിച്ചുകൊണ്ട് നടന്ന ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തെ കുറിച്ച് നമ്മൾ പഠിക്കുന്നത്, അദ്ദേഹം യഹൂദന്മാരുടെ പ്രീതി സമ്പാദിക്കുവാൻ ദേവാലയം പുതുക്കി പണിതു എന്നാണ് നമ്മൾ വായിക്കുന്നത്. വളരെ വർഷങ്ങളെടുത്ത് ദേവാലയം പുതുക്കി പണിഞ്ഞ ആ യഹൂദന്റെ പ്രീതിക്ക് വേണ്ടി. പക്ഷേ അതുകൊണ്ട് അദ്ദേഹത്തിന് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാനായിട്ട് കഴിഞ്ഞില്ല. ഇന്ന് അനേകരും വിചാരിക്കുന്നത് ഒരു പള്ളി പണിഞ്ഞു കൊടുത്താൽ, ദൈവത്തിന്റെ നാമത്തിനു വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്താൽ ദൈവരാജ്യത്തിൽ പ്രവേശിക്കാം എന്നുള്ളതാണ്. എന്നാൽ അതുകൊണ്ട് സാധിക്കുകയില്ല എന്ന് വ്യക്തമായി നമുക്കിവിടെ പഠിക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. മറ്റൊരു കാര്യം നമ്മൾ ചിന്തിച്ചാൽ, ശലോമോൻ രാജാവാണ് ദേവാലയം പണിതത്. ആ ദേവാലയം പണിത ശലോമോന്റെ പോലും പേര് വിശ്വാസ വീരന്മാരുടെ പട്ടികയിൽ നമ്മൾ കാണുന്നില്ല എന്നുള്ളതാണ് ഒരു പരമാർത്ഥം. അപ്പോസ്തലപ്രവൃത്തി നമ്മൾ വായിക്കുമ്പോൾ അനന്യാസ് എന്നും സഫീറ എന്നും പറയുന്ന ഒരു കുടുംബത്തെ നമ്മൾ കാണുന്നുണ്ട്. അവരുടെ വസ്തുവകകൾ വിറ്റ് അവര് അപ്പോസ്തലന്മാരുടെ അരികിൽ കൊണ്ട് വെച്ചതായി നമ്മൾ കാണുന്നു. പക്ഷേ അവരും ആ വ്യാജം കാണിച്ചതിന്റെ ഫലമായി കൊല്ലപ്പെടുകയായിരുന്നു ചെയ്തത് എന്നാണ് നമ്മൾ കാണുന്നത്. അതിലും വേറൊരു സത്യമല്ലേ, യേശുവിനോട് കൂടെ നടന്ന ശിഷ്യനായിരുന്ന യൂദ 3.5 വർഷം യേശുവിനോട് കൂടെയായിരുന്നു. പക്ഷേ അവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ കഴിഞ്ഞില്ല എന്ന് നമുക്ക് വ്യക്തമായി പഠിക്കുവാൻ കഴിയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സൽപ്രവർത്തികൾ കൊണ്ടൊന്നുമല്ല, ദൈവരാജ്യത്തിനെതിരായി പ്രവർത്തിക്കുന്ന ഒരു സാത്താന്യ ശക്തിയുണ്ട്. നമ്മൾ അതിനെ കീഴ്പ്പെടുത്തിയെങ്കിൽ മാത്രമേ, ആ വെല്ലുവിളികളെ കീഴ്പ്പെടുത്തിയെങ്കിൽ മാത്രമേ നമുക്ക് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ കഴിയുള്ളൂ എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. നമ്മുടെ കർത്താവ് നസ്രേത്തിൽ ചെന്ന് പാർക്കുവാനായിട്ട് യോസേപ്പിന് ആലോചന കൊടുത്തു. ശിശുവിനെയും കൊണ്ട് നസ്രേത്തിലേക്ക് അവർ പോയി, ഗലീല പ്രദേശങ്ങളിലേക്ക് മാറിപ്പോയി. അവൻ നസ്രയിൽ നിന്ന് വിളിക്കപ്പെടുമെന്ന് പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്ത് നിവൃത്തിയാകുവാൻ തക്കവണ്ണം നസ്രേത്ത് എന്ന ഗ്രാമത്തിൽ വന്നു പാർത്തു. കഴിഞ്ഞ ദിവസങ്ങൾ നാം ചിന്തിച്ചതാണ്. ഈ മത്തായിയുടെ സുവിശേഷം വായിക്കുമ്പോൾ ധാരാളം ഇടത്ത് നമ്മൾ കാണുന്നൊരു കാര്യമാണ്, പ്രവാചകന്മാർ പറഞ്ഞത് നിവൃത്തിയാകുവാനിടയായി തീർന്നു. അങ്ങനെ സംഭവിച്ചു. ഈ പുതിയ നിയമഘട്ടം, നാം ജീവിക്കുന്ന ഈ കാലഘട്ടം ദൈവത്തിൻ്റെ ആ വാഗ്ദത്തങ്ങൾ നിറവേറുന്നതായ സീസണാണ്. അത് മനസ്സിലാക്കി നാം ദൈവത്തോട് പ്രാർത്ഥിക്കണം. കർത്താവേ,
ഇന്നിന്റെ ഈ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന വാഗ്ദത്വം നിവൃത്തിയാകുന്ന സമയമാണ്. ഇതെനിക്ക് നൽകണമെന്ന് നാം ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ ദൈവം നമുക്ക് നൽകി തരും. 3-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം ഇങ്ങനെയാണല്ലോ നമ്മൾ വായിച്ചത്. ആ കാലത്ത് യോഹന്നാൻ സ്നാപകൻ വന്നു, യഹൂദ മരുഭൂമിയിൽ പ്രസംഗിച്ചു. എങ്ങനെയാ ഇതിന്റെ ഒരു കണക്ഷൻ നമുക്ക് കിട്ടുന്നത്? 2-ാം അധ്യായത്തിൽ നമ്മൾ പഠിച്ചു, ഹേരോദാവിന്റെ കാലത്ത് യേശു കുഞ്ഞ് ജനിച്ചു. ആ വിദ്വാൻമാർ യേശുവിനെ കാണാൻ വന്നു. ഹേരോദാവ് യേശുവിനെ കൊല്ലാനായിട്ടൊക്കെ ശിശുവായിരിക്കുമ്പോൾ കൊല്ലുവാനൊക്കെ ശ്രമം നടത്തി. എന്നാൽ അതിൽ നിന്നെല്ലാം ദൈവം വിടുവിച്ചു. വലിയ രക്ഷാ പദ്ധതികളൊക്കെ ദൈവം വിടുവിച്ചതായ കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത്. 3-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ആ കാലത്ത് യോഹന്നാൻ സ്നാപകൻ വന്ന് മരുഭൂമിയിൽ പ്രസംഗിച്ചു എന്ന് നമ്മൾ വായിക്കുന്നു. ഇത് കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്ന ഒരു വിഷയമല്ല. 2-ാം അധ്യായവും 3-ാം അധ്യായവും തമ്മിൽ 30 വർഷത്തെ ഗ്യാപ്പ് ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. യോഹന്നാൻ സ്നാപകന്റെ ജനനത്തെക്കുറിച്ച് മത്തായി സുവിശേഷകൻ ഒന്നും നമ്മളോട് പറയുന്നില്ല. ആ കാലത്ത് യോഹന്നാൻ സ്നാപകൻ വന്നു, യഹൂദ മരുഭൂമിയിൽ പ്രസംഗിച്ചു എന്ന് മാത്രമേ നമ്മൾ വായിക്കുന്നുള്ളൂ. ആരാണ് ഈ യോഹന്നാൻ സ്നാപകൻ? അതിനെക്കുറിച്ച് നമ്മൾ വായിക്കുന്നത് ലൂക്കോസിന്റെ സുവിശേഷത്തിലാണ്. ലൂക്കോസിന്റെ സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ 1-ാം അധ്യായത്തിന് 36-ാം വാക്യത്തിൽ നമ്മൾക്ക് കാണുവാൻ കഴിയുന്നുണ്ട്, യോഹന്നാൻ സ്നാപകന്റെ അമ്മ എലിസബത്തും യേശുവിന്റെ അമ്മ മറിയയും തമ്മിൽ ചാർച്ചക്കാരായിരുന്നു എന്ന്. യോഹന്നാൻ സ്നാപകന്റെ പിതാവ് സക്കറിയ പുരോഹിതനായിരുന്നു. സക്കറിയാവിനെ കുറിച്ചും എലിസബത്തിനെ കുറിച്ചും നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ വളരെ വ്യക്തമായി വായിക്കുന്നുണ്ട്. അവര് ഇരുവരും ദൈവസന്നിധിയിൽ നീതിയുള്ളവരും കർത്താവിന്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരായി നടക്കുന്നവരുമായിരുന്നു. എലിസബത്ത് മച്ചിയാകൊണ്ട് അവൾക്ക് സന്തതിയില്ലാഞ്ഞു, ഇരുവരും വയസ്സ് എന്നവരുമായിരുന്നു. ഈ പുരോഹിത കുടുംബം വളരെ ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചതായ ഒരു വിഷയത്തെക്കുറിച്ച് നമ്മൾ വായിക്കുന്നത്. അവര് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അവർക്ക് മക്കളില്ലായിരുന്നു. എന്നാൽ അവരുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായിട്ട് ദൈവം ഒരു മകനെ നൽകി. അതാണ് യോഹന്നാൻ സ്നാപകൻ എന്ന് നമ്മൾ തുറന്നുള്ള വാക്യങ്ങളിൽ വായിക്കുന്നുണ്ട്. ആ ഭാഗത്തേക്ക് വരുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്, ഇവരുടെ പ്രത്യേകം നോക്കുക. ഇവര് ദൈവത്തിന്റെ സന്നിധിയിൽ നീതിയുള്ളവരും കർത്താവിന്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരായി നടക്കുന്നവരുമായിരുന്നു. പക്ഷെ അവരുടെയും ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാത്ത ചില വിഷയങ്ങൾ ഒരു കാലഘട്ടത്തിലേക്ക് ഉണ്ടായിരുന്നു. അവർക്കും പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ദൈവമക്കളുടെ ജീവിതത്തിൽ നമ്മൾ ദൈവമക്കളായി തീർന്നാൽ പിന്നെ നമുക്ക് ഒരു കഷ്ടവും വരത്തില്ല എന്ന് ചിന്തിക്കുവാൻ പറ്റത്തില്ല. ദൈവമക്കളുടെ ജീവിതത്തിലും കഷ്ടതകളും പ്രയാസങ്ങളും എല്ലാം കടന്നു വരാം. എന്നാൽ ആ കഷ്ടതയുടെ നടുവിൽ നമ്മെ കൈവിടാതെ നമുക്ക് വേണ്ടി വിടുതല തരുവാൻ, ആശ്വാസം തന്ന് കൂടെ ഇരിക്കുവാൻ നമ്മുടെ കർത്താവുണ്ടെന്ന് നമ്മോട് വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. യെശയ്യാവ് 43-ന്റെ 2-3 വാക്യങ്ങളിൽ നാം വായിക്കുന്നുണ്ടല്ലോ, നാം വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ അവൻ നമ്മോട് കൂടെ ഇരിക്കും, നദി നമ്മുടെ മീതെ കവിയുകയില്ല, തീയിൽ കൂടെ നടന്നാൽ വെന്തുപോകയില്ല, അഗ്നിജ്വാല തന്നെ ദഹിപ്പിക്കത്തില്ല. നോക്കുക, വെള്ളത്തിൽ കൂടെ നടക്കുക എന്ന് പറഞ്ഞാൽ ആളുകൾക്കെല്ലാം മനസ്സിലാകുന്ന വിഷയമാണ്. എന്നാൽ മനസ്സിലാകാത്ത വിഷയങ്ങൾ, നദി നമ്മുടെ മീതെ കവിയുവാൻ പോലും വരുന്ന, കവിയുമെന്ന് തോന്നുന്നതായ വിഷയങ്ങൾ പോലും മറ്റുള്ളവർക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞതോ കഴിയാത്തതോ ആയ വിഷയങ്ങളാണെങ്കിൽ പോലും ആ വിഷയത്തിൽ നമ്മെ വിട്ടുകൊടുക്കാതെ നമ്മോട് കൂടെ ഇരിക്കുന്ന ഒരു കർത്താവുണ്ടെന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു. മാത്രമല്ല, തിമോഥെയോസിന്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഉപദ്രവങ്ങൾ ഉണ്ടാകുമെന്നാണ് 2 തിമോഥെയോസ് 3:12 നമുക്ക് കാണുവാൻ കഴിയുന്നത്. അപ്പോൾ മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ആളുകളുടെ എല്ലാം ചിന്താഗതി ഏതെങ്കിലും പ്രയാസങ്ങളോ വിഷമങ്ങളോ ഒക്കെ കടന്നു വന്നാൽ അത് ദൈവത്തിന്റെ ശിക്ഷയാണ്, ന്യായവിധിയാണെന്നാണ്.
അങ്ങനെ പെട്ടെന്നൊരു ഒരു ഒരു ജഡ്ജ്മെന്റൽ മനോഭാവം നമുക്കുണ്ടാകുവാൻ പാടില്ല എന്ന് ദൈവം നമ്മെ പഠിക്കുന്നു. ഈവൻ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ പോലും ആ ചിന്താഗതികൾ ഉണ്ടായിരുന്നു. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ യേശു ശിഷ്യന്മാരുമായി പോകുമ്പോൾ പിറവിയിലെ കുരുടനായ ഒരു വ്യക്തിയെ കണ്ടു. അപ്പോൾ ആ ശിഷ്യന്മാർ യേശുവിനോട് ചോദിക്കുകയാണ്, ഗുരോ, ഇവൻ ഇങ്ങനെ കുരുടനായി പിറക്കത്തക്കവണ്ണം ആരാണ് പാപം ചെയ്തത്? ഇവനാണോ ഇവന്റെ അമ്മയപ്പന്മാരാണോ? നോക്കുക, അവരുടെ ആ തിയോളജി ഒന്ന് ആലോചിച്ച് നോക്കുക. പിറവിയിലെ കുരുടനാണ് ഇവൻ, പക്ഷെ ഇവൻ ആ അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോൾ പോലും പാപം ചെയ്തുവോ, പാപം ചെയ്യാൻ സാധ്യതയുണ്ടോ എന്നാ ഇവർ ചോദിക്കുന്നത്. അത്ര മാത്രമുള്ള ചിന്താഗതിക്കാരായിരുന്നു അവർ. എന്നാൽ ദൈവം നമ്മെ വ്യക്തമായി പഠിപ്പിക്കുന്നത്, അങ്ങനെ ജഡ്ജ് ചെയ്യുവാൻ നമുക്ക് ആർക്കും അനുവാദമില്ല. എല്ലാം അറിയുന്നവൻ, നിയന്ത്രിക്കുന്നവൻ ദൈവമാണ്. എല്ലാറ്റിൻ്റെയും പിന്നിൽ ദൈവത്തിന് വലിയ ഉദ്ദേശമുണ്ട്. അവനെല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കും. നമ്മുടെ ജീവിതത്തിൽ വരുന്നതെല്ലാം നന്മയായിരിക്കില്ല, എന്നാൽ അവയെല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്നവനാണ് നമ്മുടെ ദൈവം. എല്ലാറ്റിനും വേണ്ടി സ്തോത്രം ചെയ്യുവാൻ ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു. ചിലപ്പോൾ പിശാചിൻ ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടിട്ട് നമ്മെ കഷ്ടത്തിലാക്കും. അതിനും നമ്മൾ സ്തോത്രം ചെയ്യണമെന്നാണോ അതിന്റെ അർത്ഥം? പിശാച് നമ്മെ ഉപദ്രവിക്കുവാൻ, നശിപ്പിക്കുവാനാണ് ചെയ്തതെങ്കിലും ദൈവം അത് തന്റെ നാമമഹത്വത്തിനായിട്ട് പ്രവർത്തിക്കുവാൻ പോകുന്നത് കൊണ്ട് സ്തോത്രമെന്ന് പറഞ്ഞ് നാം ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടവരാണ് എന്ന് നമ്മെ ദൈവവചനം പഠിപ്പിക്കുന്നു. അപ്പോൾ ഈ സക്കറിയാവിന്റെ കാര്യമാണല്ലോ നമ്മൾ പറഞ്ഞു വന്നത്. സക്കറിയാവും എലിസബത്തും ഒരു മകനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അവരുടെ സമയത്ത് മറുപടി കിട്ടിയില്ല. എന്നാൽ ദൈവത്തിന്റെ തക്ക സമയത്താണ് ദൈവം മറുപടിയുമായി ദൂതനെ അയച്ചതെന്ന് ദൂതൻ പറയുന്നുണ്ട്. തക്ക സമയത്ത് നിന്നോട് അറിയിക്കുവാനുള്ള ദൂതുമായിട്ടാണ് ഞാൻ വന്നത്. എന്നാൽ അത് നീ വിശ്വസിക്കാഞ്ഞതുകൊണ്ട് അത് സംഭവിക്കും വരെ നീ ഊമനായിരിക്കും എന്ന് അവിടെ പറയുകയും ചെയ്തതായി നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ വായിക്കുന്നു. അപ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഈ സക്കറിയാവും എലിസബത്തും ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ മറുപടിയുമായി ദൂതൻ വന്നപ്പോൾ അവരത് വിശ്വസിക്കാതെ അവിശ്വസിക്കുകയായിരുന്നു ചെയ്തത്. അതുകൊണ്ടാണ് സംശയത്തിന്റെ ചോദ്യങ്ങൾ അവർ ചോദിച്ചത്. ഇന്നും അങ്ങനെയാണ്. നമ്മൾ ചില വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ആ സമയങ്ങളൊക്കെ നീണ്ടുപോകുമ്പോൾ ചിലപ്പോൾ നമ്മൾ പ്രാർത്ഥന തുടരുമെങ്കിലും നമ്മുടെ ജീവിതത്തിലും അവിശ്വാസങ്ങൾ കടന്നു വരും. അവിശ്വാസം ഉള്ളപ്പോൾ തന്നെ വിശ്വാസമില്ലാതെ പ്രാർത്ഥിക്കുന്നവരുണ്ട് എന്നതിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അതുപോലെയാണ് അപ്പോസ്തലരുടെ പ്രവൃത്തി 12-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നതായ സംഭവം. പത്രോസിനെ കാരാഗ്രഹത്തിൽ ഇട്ടിരിക്കുകയാണ്. അവനെ കൊല്ലാനായിട്ട് രാജാവ് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ യെരുശലേമിലെ സഭ ശ്രദ്ധയോടുകൂടി അവന്റെ വിടുതലിന് വേണ്ടി പ്രാർത്ഥിച്ചു. അത് കേട്ട് ദൈവം തന്റെ ദൂതനെ വിടുവിക്കുവാനായിട്ട് കാരാഗ്രഹത്തിലേക്ക് അയച്ചു. പത്രോസിനെ അത്ഭുതകരമായിട്ട് ദൈവം വിടുവിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. വിടുതൽ പ്രാപിച്ചു വന്ന പത്രോസിനെ അവര് വിശ്വസിക്കാതെ ഒരുപക്ഷെ അത് അവന്റെ ദൂതനായിരിക്കും എന്ന് പറഞ്ഞാണ് അവര് അവിശ്വസിച്ച് പറഞ്ഞത്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കർത്താവ് നമുക്കത് നൽകിയെന്ന് വിശ്വസിച്ചുകൊണ്ട് വേണം നമ്മൾ പ്രാർത്ഥിക്കുവാൻ. അതല്ലേ കർത്താവ് പറഞ്ഞത്, നിങ്ങൾ യാചിക്കുന്നത് ലഭിച്ചു എന്ന് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരിക്കണം. അതല്ലേ ഏലിയാവ് എലീശയോട് പറഞ്ഞതും. സ്തോത്രം, നീ ചോദിച്ച കാര്യം പ്രയാസമുള്ളതാണ്, എന്നാൽ ഞാൻ എടുത്തുകൊള്ളപ്പെടുന്നത് നീ കാണുവാണെങ്കിൽ നിനക്കത് ലഭിക്കും. സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട ഏലിയാവുമായി അവനെ കണ്ട് ആ കണക്ഷനിൽ വന്നപ്പോൾ അവനത് ലഭിച്ചതുപോലെ ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ നാം കണ്ടുകൊണ്ട് അവനിൽ എൻ്റെ എല്ലാ വിഷയത്തിനും പരിഹാരം വന്നു കഴിഞ്ഞു എന്ന് വിശ്വസിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കും. യോഹന്നാനെ കുറിച്ച് നമ്മൾ ദൈവവചനത്തിൽ പല കാര്യങ്ങൾ വായിക്കുന്നുണ്ട്. യോഹന്നാൻ സ്നാപകൻ നീതിയും വിശുദ്ധിയുമുള്ള പുരുഷനായിരുന്നു. ഹേരോദാവ് പോലും അവനെ ഭയപ്പെട്ടിരുന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത് മർക്കോസ് 6:20. അതുപോലെ തന്നെ കർത്താവ് യോഹന്നാനെ കുറിച്ച് പറഞ്ഞത് എന്താണ്? യോഹന്നാൻ 5:35 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, അവൻ ജ്വലിച്ചു പ്രകാശിക്കുന്ന ഒരു വിളക്കായിരുന്നു. അതുപോലെ തന്നെ മത്തായി സുവിശേഷം 11-ാം അധ്യായത്തിന്റെ
11-12 വാക്യങ്ങളിൽ കർത്താവ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാൻ സ്നാപകനെ പോലെ വലിയവൻ ആരുമില്ല. എന്താണ് ആ കർത്താവ് യോഹന്നാൻ സ്നാപകനെ കുറിച്ച് ഇങ്ങനെ പറയുവാൻ കാരണം? സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ അവനേക്കാൾ വലിയവൻ ആരുമില്ലെന്ന് കർത്താവ് പോലും സാക്ഷ്യം പറയുവാൻ കാരണം എന്താണ്? അതിന്റെ കാരണം വ്യക്തമായി നമുക്കിവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. നമ്മൾ അദ്ദേഹത്തെ കുറിച്ച് വായിച്ചു തന്നെ ഇങ്ങനെയാണല്ലോ. സ്തോത്രം. ആ കാലത്ത് യോഹന്നാൻ സ്നാപകൻ വന്ന് യഹൂദ മരുഭൂമിയിൽ പ്രസംഗിച്ചു. ഞാൻ ഓർപ്പിച്ചു, യോഹന്നാൻ സ്നാപകൻ ഒരു പുരോഹിതന്റെ മകനായിരുന്നു. സക്കറിയാവ് അബിയാക്കൂറിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന സക്കറിയാവിന്റെ എലിസബത്തിന്റെ മകനായിരുന്നു യോഹന്നാൻ സ്നാപകൻ. അദ്ദേഹത്തിന് ദേവാലയത്തിൽ ശുശ്രൂഷിക്കാമായിരുന്നു. പുരോഹിതന്മാർക്ക് പ്രത്യേകമായ ആ പുരോഹിത വസ്ത്രമുണ്ട്. പുരോഹിതന്മാർക്ക് ആ ദേവാലയത്തിൽ ശുശ്രൂഷിക്കുന്നത് ആകൊണ്ട് യാഗത്തിനൊക്കെ കൊണ്ടുവരുന്ന വസ്തുക്കളുടെയൊക്കെ ഒരു ഭാഗം അവർക്ക് അവകാശമായിട്ട് ഫാൻസി ഫുഡ് അവർക്ക് ലഭിക്കും, നല്ല ഫുഡ് അവർക്ക് ലഭിക്കും. എന്നാൽ ആ യോഹന്നാൻ സ്നാപകനെ നമ്മൾ ഒരു മനോഹരമായ ദേവാലയത്തിലല്ല കാണുന്നത്. അദ്ദേഹത്തെ മരുഭൂമിയിലാണ്. അമ്പരചുംബികളായ ദേവാലയങ്ങളും സ്വർണ്ണ ഖചിതമായ ആ ത്രോണേഴ്സുകളും ഒക്കെ വിട്ട് മരുഭൂമിയുടെ അനുഭവത്തിൽ പോയി പ്രസംഗിക്കുവാൻ എന്തുകൊണ്ടാണ് ആളുകൾ താല്പര്യപ്പെടുന്നത്? അദ്ദേഹം ചില കാര്യങ്ങൾ വേണ്ടെന്ന് വെച്ചതുകൊണ്ട് എനിക്ക് ആ പുരോഹിതന്മാര് കഴിക്കുന്ന ഫാൻസി ആയിട്ടുള്ള ശ്രേഷ്ഠമായിട്ടുള്ള ഫുഡില്ലെങ്കിലും എനിക്ക് വേണ്ട. അവര് ധരിക്കുന്ന ആ പൗരോഹിത്യ വസ്ത്രം എനിക്ക് ആവശ്യമില്ല. അവർക്ക് സുഖകരമായി നിൽക്കാൻ വെക്കുന്ന ആ പീഠങ്ങളൊന്നും എനിക്ക് ആവശ്യമില്ല. സ്തോത്രം. അദ്ദേഹം മരുഭൂമിയിലേക്ക് പോയി. അദ്ദേഹത്തെ കുറിച്ച് നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ വായിക്കുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്. ലൂക്കോസ് 3:1 മുതൽ ഇങ്ങനെ വായിക്കുന്നു. തിബരിയോസ് കൈസരുടെ വാഴ്ചയുടെ 15-ാം ആണ്ടിൽ പൊന്തിയോസ് പീലാത്തോസ് യഹൂദ നാട് വാഴുമ്പോൾ ഹേരോദാവ് ഗലീലയിലും അവന്റെ സഹോദരനായ പീലിപ്പോസ് ഇദൂരിയ തൃക്കോനിത്തി ദേശങ്ങളിലും ലുസാന്യാസ് അബിലോനിയയിലും ഇടപ്രഭുക്കന്മാരായ ഹന്നാവും കയ്യപ്പാവും മഹാപുരോഹിതന്മാരായും ഇരിക്കും കാലം സക്കറിയാവിന്റെ മകനായ യോഹന്നാൻ മരുഭൂമിയിൽ വെച്ച് ദൈവത്തിന്റെ അരുളപ്പാടുണ്ടായി. അവൻ യോർദാൻ അരികെയുള്ള നാട്ടിലൊക്കെയും വന്ന് പാപമോചനത്തിനായുള്ള മാനസാന്തരം പ്രസംഗിച്ചു. നമ്മൾ അദ്ദേഹത്തെ കുറിച്ച് വായിക്കുന്നത് യഹൂദ്യയിലും യോർദാന്റെ കരകളിലുമുള്ള അനേകം ആളുകൾ കൂട്ടത്തോടെ പോകുകയാണ് യോഹന്നാന്റെ ആ പ്രസംഗം കേൾക്കാനായിട്ട്. കൈസർ ചക്രവർത്തിയായിട്ടില്ലേ? അതുപോലെ തന്നെ പൊന്തിയോസ് പീലാത്തോസ് യഹൂദ നാട് വാഴുന്നവനായി അധികാരമുള്ളവനായിട്ടില്ലേ? ഹേരോദാവും പീലിപ്പോസും ഒക്കെ നാടുവാഴികളായിട്ട് ഇടപ്രഭുക്കന്മാരായിട്ട് ഇരിപ്പുണ്ടല്ലോ. ഹന്നാവും കയ്യപ്പാവും രണ്ടുപേര് മഹാപുരോഹിതന്മാരായിരിക്കുന്നത് പോലും വ്യവസ്ഥയല്ല. എങ്കിലും അവര് ഹന്നാവും കയ്യപ്പാവും മഹാപുരോഹിതന്മാരായിട്ടിരിക്കുകയാണ്. അവരുടെ അരികിലൊന്നും ആളുകൾക്ക് പോകണ്ട. അവര് പോകുന്നത്, ജനം എന്തുകൊണ്ടാണ് മരുഭൂമിയിലേക്ക് പോകുന്നത്? അതിന്റെ കാരണം മരുഭൂമിയിൽ യോഹന്നാന് യഹോവയുടെ അരുളപ്പാടുണ്ടായി. ജനത്തിന് ഇന്ന് ആവശ്യമായിരിക്കുന്നത് ഫാൻസി ആയിട്ടുള്ള ചർച്ചുകളും ഫാൻസി ആയിട്ടുള്ള ആചാരങ്ങളും ചടങ്ങുകളുമല്ല. അതുകൊണ്ട് ദൈവരാജ്യത്തിൽ നമുക്ക് പോകുവാൻ കഴിയില്ല. മനുഷ്യൻ ആഗ്രഹിക്കുന്നത് ദൈവത്തിന്റെ ശബ്ദമാണ്, ദൈവത്തിന്റെ അരുളപ്പാടാണ്. അപ്പോൾ നമ്മൾ ആഗ്രഹിക്കേണ്ട ഒരു വിഷയം, ജനത്തിനാവശ്യം യഹോവയുടെ അരുളപ്പാടാണ്. എനിക്ക് ദൈവസന്നിധിയിൽ ഇരുന്ന് യഹോവയുടെ അരുളപ്പാട് പ്രാപിക്കണം, അത് ജനത്തോട് അറിയിക്കണം. അതായിരിക്കട്ടെ നമ്മുടെയും ലക്ഷ്യം. ആളുകൾ അദ്ദേഹത്തോട് ചോദിച്ചു, നീ ആരാണ്? നീ ക്രിസ്തുവാണോ? എന്താ നീ ചെയ്യുന്നത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യം കേൾക്കണമോ? അദ്ദേഹം യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 28 പറഞ്ഞിരിക്കുന്ന ഇങ്ങനെയാണ്, ഞാൻ ക്രിസ്തുവല്ല, അവന് മുൻപായി അയക്കപ്പെട്ടവനത്രേ. അപ്പോൾ ഈ യോഹന്നാൻ സ്നാപകന് വ്യക്തമായ ഒരു കാര്യം അറിയാമായിരുന്നു, താൻ ആരാണ്,
തന്റെ ഉദ്ദേശം എന്താണ്, എന്തിനു വേണ്ടിയാണ് ഇവിടെ ആയിരിക്കുന്നത്. മറ്റൊരു ഭാഗത്ത് അദ്ദേഹം പറഞ്ഞു, യോഹന്നാൻ 1:23 അദ്ദേഹം പറഞ്ഞു, മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദമാണ് ഞാൻ, യഹോവയുടെ ശബ്ദമാണ് ഞാൻ ഒരു പ്രത്യേക ദൗത്യത്തിന് വേണ്ടി, യേശുവിന് വേണ്ടി വഴിയൊരുക്കുവാനായി അയക്കപ്പെട്ടവനാണ്. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. നമ്മൾ ആരാണെന്നുള്ള ബോധ്യം നമുക്ക് വ്യക്തമായിട്ടുണ്ടോ? നമ്മെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഉദ്ദേശം എന്താണെന്ന് നമുക്കറിയാമോ? യേശു പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ, എന്റെ പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. ഇപ്പൊ ദൈവം നമ്മെ അയച്ചിരിക്കുന്നത് ഒരു പ്രത്യേകമായ ദൗത്യത്തോടു കൂടെയാണ്. അത് നമ്മൾ മനസ്സിലാക്കി ജീവിക്കണം. അതിനുവേണ്ടി ഒരു പക്ഷേ ചില കാര്യങ്ങൾ നമ്മൾ വേണ്ടെന്ന് വെക്കേണ്ടി വരും. യോഹന്നാൻ സ്നാപകൻ ചിലതൊക്കെ വേണ്ടെന്ന് വെച്ചതുകൊണ്ടല്ലേ, എനിക്ക് പൗരോഹിത്യ വസ്ത്രം വേണ്ട, എനിക്ക് പുരോഹിതന്മാർക്ക് അവകാശമായിട്ടുള്ള ആ ഫാൻസി ആയിട്ടുള്ള ഫുഡിന്റെ ആവശ്യമില്ല, എനിക്ക് യഹോവയുടെ ശബ്ദമാണ് ആവശ്യം. അതിനുവേണ്ടി അദ്ദേഹം മരുഭൂമിയിൽ തെരഞ്ഞെടുത്ത് താൻ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാനിടയായി. ജനങ്ങൾ ആ ദൈവശബ്ദം കേൾക്കുവാനായിട്ട് കടന്നുപോയി. ദൈവശബ്ദം കേൾക്കുന്നിടത്താണ് ജനങ്ങൾ വരുന്നത്. ജനത്തിനാവശ്യം ദൈവശബ്ദമാണ്. ഇന്ന് രാത്രിയിൽ അതിനായി ദൈവം ഒരു താല്പര്യം നമ്മുടെ ജീവിതത്തിൽ നൽകട്ടെ. അനേകർക്കും ഈ ദൈവത്തിന്റെ വചനം സത്യമാണെന്നറിയാം. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ കർത്താവ് ഇപ്രകാരം പറഞ്ഞു, നിങ്ങൾ തിരുവെഴുത്തുകളെ ശോധന ചെയ്യുന്നു, അതിൽ നിത്യജീവൻ ഉണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. എന്നാൽ തമ്മിൽ ബഹുമാനം ഇച്ഛിച്ചുകൊണ്ട് ഏക ദൈവത്തിന്റെ പക്കൽ നിന്നുള്ള ബഹുമാനം അന്വേഷിക്കാത്ത നിങ്ങൾക്ക് എങ്ങനെ വിശ്വസിക്കുവാൻ കഴിയും? തിരുവെഴുത്തുകളെ ശോധന ചെയ്യുന്നുണ്ട്, അതിൽ നിത്യജീവൻ ഉണ്ടെന്ന് അവർ വിശ്വസിക്കുക. അത് മതി, തിരുവെഴുത്തുകളൊക്കെ ശോധന ചെയ്ത് പഠിച്ച് മതി, അതിനകത്ത് നിത്യജീവൻ കിട്ടും എന്ന് അവർ തൃപ്തിപ്പെടുകയാണ്. പരസ്യമായിട്ട് ഞാൻ കർത്താവിനെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ് കർത്താവിന്റെ കൽപ്പന അനുസരിക്കുവാനോ ദൈവത്തെ സേവിക്കുവാൻ, ദൈവത്തെ ആരാധിക്കുവാനോ ഇറങ്ങിത്തിരിച്ചാൽ ഒരുപക്ഷെ എന്നെ ബഹുമാനിക്കുന്ന ആളുകളുടെ ബഹുമാനം എനിക്ക് കുറഞ്ഞു പോകും എന്നൊക്കെ വിചാരിച്ച് ദൈവത്തെ വിശ്വസിക്കാത്ത, ദൈവത്തെങ്കിലേക്ക് കടന്നു വരാത്ത അനേകം ആളുകളുണ്ട്. എന്നാൽ നമ്മൾ മനസ്സിലാക്കണം, യഹോവയുടെ ശബ്ദം നമുക്ക് കേൾക്കണമെങ്കിൽ നാം ചിലതൊക്കെ വേണ്ടെന്ന് വെച്ചിട്ട് ദൈവത്തിന്റെ അരികിലേക്ക് നാം കടന്നു വരുന്നവരായിരിക്കണം. കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. അതിനായിട്ട് ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കുമാറാകട്ടെ. നമ്മൾ വായിച്ചല്ലോ, ആ കാലത്ത് യോഹന്നാൻ സ്നാപകൻ വന്നു, യഹൂദ മരുഭൂമിയിൽ പ്രസംഗിച്ചു. ദൈവം അയച്ചിട്ടൊരു മനുഷ്യൻ വന്നു, അവന് യോഹന്നാൻ എന്നു പേര്. അവൻ ആരാണെന്ന് അവനൊരു ബോധ്യമുണ്ടായിരുന്നു. അവന്റെ ജീവിതത്തെക്കുറിച്ചുള്ള ദൗത്യം എന്താണെന്ന് അവന് ഭംഗിയായിട്ട് അറിയാമായിരുന്നു. അതുകൊണ്ട് അവൻ വിശുദ്ധിയും നീതിയുമുള്ള പുരുഷനായി ജീവിച്ചു. ഹേരോദാവ് പോലും അവനെ ഭയപ്പെട്ടിരുന്നു. കർത്താവും അവനെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞു, സ്ത്രീകളിൽ യോഹന്നാനേക്കാൾ വലിയവൻ ആരുമില്ല എന്ന്. ആ യോഹന്നാൻ കർത്താവ് അവനെ ഏൽപ്പിച്ചതായ ദൗത്യം അവൻ ചെയ്തു. എന്താണ് അവൻ പ്രസംഗിച്ചത്? സ്വർഗരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുവീൻ എന്നാണ് അദ്ദേഹം പ്രസംഗിച്ചത്. മാനസാന്തരപ്പെടുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാന വിഷയം. സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. ദൈവത്തിന്റെ വചനം നമ്മൾ പഠിച്ചാൽ സ്വർഗരാജ്യം എന്നുള്ളത് ഏറ്റവും പ്രധാനമായ ഒരു വിഷയമാണ്. നമ്മുടെ കർത്താവ് ഈ ലോകത്തിലേക്ക് കടന്നു വന്നത് സ്വർഗരാജ്യം സമീപിച്ചിരിക്കുവാനാണ്. യേശുവിന്റെ പ്രധാന വിഷയം അതായിരുന്നു. യേശു തന്റെ ശിഷ്യന്മാരെ പറഞ്ഞയച്ച്, യോഹന്നാൻ സ്നാപകൻ പ്രസംഗിച്ചത് ദൈവരാജ്യത്തെക്കുറിച്ചാണ്. യേശുവിന്റെ പ്രസംഗം അത് തന്നെയായിരുന്നു. യേശു ശിഷ്യന്മാരെ അയച്ചതും ദൈവരാജ്യം പ്രസംഗിക്കുവാൻ വേണ്ടിയായിരുന്നു. ദൈവത്തിന്റെ വലിയ ഉദ്ദേശമാണ്, പ്രധാനപ്പെട്ട ഉദ്ദേശമാണ് ദൈവരാജ്യം പുനഃസ്ഥാപിക്കുക എന്നുള്ളത്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതിന്റെ ഉദ്ദേശം എന്താണ്? ഏതൊരു പ്രോഡക്റ്റ് ആണെങ്കിലും അതിന്റെ പർപ്പസ് എന്താണെന്ന് അതിന്റെ ആ ഫാക്ടറിക്ക് അതിന്റെ ഉടമസ്ഥനാണ് അറിയാവുന്ന. ഇന്ന ഉദ്ദേശത്തോടു കൂടെയാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മൾ
പലയിടങ്ങളിൽ, പ്രത്യേകിച്ച് ഇന്ത്യയിലൊക്കെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ചില വണ്ടികളൊക്കെ റോഡ് സൈഡിൽ മാറ്റിയിട്ടിട്ട് അതിനകത്ത് വിൻഡോ ഒക്കെ ഉണ്ടാക്കി സാധനങ്ങളൊക്കെ വിൽക്കുന്ന ഒരു കടയായിട്ട് അത് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അവരതിനകത്ത് ഇങ്ങനെ റോഡ് സൈഡിൽ നിന്ന് സാധനങ്ങളൊക്കെ വയ്ക്കുകയാണ്. പക്ഷേ ആ വണ്ടി ഉണ്ടാക്കിയത് അതൊരു കടയായിട്ട് രൂപപ്പെടുത്താനല്ല, മനുഷ്യർക്ക് യാത്ര ചെയ്യാനാണ്. എന്ന് പറഞ്ഞതുപോലെ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതിന് ഒരു ഉദ്ദേശമുണ്ടെന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നു. അത് ദൈവത്തിനാണ് ആ ഉദ്ദേശം അറിയാവുന്നത്. ഉൽപ്പത്തി 1:26 ദൈവം അത് പറഞ്ഞിട്ടുണ്ട്. നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യരെ ഉണ്ടാക്കുക, അവർ സകലത്തെയും അടക്കി വാഴട്ടെ. അപ്പോൾ ഒരു വാഴുക എന്ന് പറഞ്ഞാൽ രാജാക്കന്മാരല്ലേ ചെയ്യുന്നത്. ഭൂമിയിൽ മനുഷ്യരിലൂടെ ഒരു ദൈവാധിപത്യം സ്ഥാപിക്കുക എന്നുള്ള ലക്ഷ്യത്തിലാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. എന്നാൽ അനുസരണക്കേടിന്റെ ഫലമായി അവർക്ക് ആ അധികാരവും ആ ദൈവരാജ്യവും നഷ്ടമായി പോയി. സാത്താൻ അത് കവർച്ചയായിട്ട് എടുത്തു കളഞ്ഞു. അതുകൊണ്ടാണ് യേശു കടന്നു വന്നപ്പോൾ സാത്താൻ തന്നെ യേശുവിനോട് പറഞ്ഞത്, നീ വീണ് എന്നെ ഒന്ന് നമസ്കരിച്ചാൽ ഈ മഹത്വമെല്ലാം നീ കണ്ടല്ലോ, ഇതെല്ലാം ഞാൻ നിനക്ക് തരാം. യേശു കടന്നു വന്നത് ആ ദൈവരാജ്യം യഥാസ്ഥാനപ്പെടുത്താനാണ്. പിശാച് പറഞ്ഞത് എല്ലാം നിനക്ക് തരാമെന്ന്. അവൻ സൃഷ്ടിച്ചിട്ടില്ല ഒന്നും, അവൻ്റെതല്ലായിരുന്നു രാജ്യം. എന്നാൽ യേശു അവനോടൊന്നും വാദിക്കുന്നതായി നാം കാണുന്നില്ല. കാരണം ദൈവം അത് സൃഷ്ടിച്ച് മനുഷ്യരെ ഏൽപ്പിച്ചതാണ്. എന്നാൽ മനുഷ്യന്റെ കയ്യിൽ നിന്ന് അനുസരണക്കേടിന്റെ ഫലമായിട്ട് അവർക്കത് നഷ്ടമായി പോയി. അങ്ങനെ നഷ്ടമായി പോയ ആ ദൈവരാജ്യം അത് യഥാസ്ഥാനപ്പെടുത്തുവാനാണ് നമ്മുടെ കർത്താവ് വന്നത്. പക്ഷേ പിശാചിനെ അനുസരിച്ചല്ല, ദൈവത്തെ അനുസരിച്ച് ആ ദൈവരാജ്യം യഥാസ്ഥാനപ്പെടുത്തുവാനാണ് കർത്താവ് വന്നത്. നാം ദൈവത്തിൽ വായിക്കുമ്പോൾ അബ്രഹാം, മോശ, ന്യായാധിപന്മാർ എന്നിവരിൽ കൂടെ ദൈവം ലോകത്തെ ദൈവം മനുഷ്യരിലൂടെ ഭരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ദൈവാധിപത്യം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ നടത്തിക്കൊണ്ടിരുന്നതായ മനുഷ്യരെ ദൈവം അവരെ പാപത്തിന്റെ ഫലമായി ശിക്ഷിച്ചും മിസ്രൈമിലേക്ക് അയച്ചുവെങ്കിലും നശിപ്പിക്കുവാനല്ല, മാനസാന്തരപ്പെടുത്തി അവരെ മടക്കി വരുത്തുവാൻ വേണ്ടിയാണ് അയച്ചത് നമുക്കറിയാം. അതുകൊണ്ടാണ് വീണ്ടെടുക്കുവാനായിട്ട് ദൈവം മോശയെ ഒരുക്കിയത്. മോശ മൂലം അവരെ മിസ്രൈമിൽ നിന്നും വിടുവിച്ചുകൊണ്ടുവന്ന ദൈവം ആ ജനത്തോട് പറയാൻ പറഞ്ഞു, ഞാൻ നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് എനിക്ക് നിങ്ങളൊരു വിശേഷമായ ഒരു രാജവംശമായിരിക്കുവാൻ വേണ്ടിയാണ്. പുറപ്പാട് 19:6 ദൈവം അവരെ വിടുവിച്ചത് അതിനുവേണ്ടിയായിരുന്നു. ആ ജനത്തെ അബ്രഹാമിനെ തെരഞ്ഞെടുത്തത് മുതൽ അബ്രഹാമിലൂടെയും യഹൂദന്മാരിലൂടെയും ദൈവത്തിന്റെ ഭരണം ദൈവം ഭൂമിയിൽ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ ന്യായാധിപന്മാരുടെ കാലത്തിന്റെ ഒടുവിൽ ശമൂവേലിന്റെ കാലത്ത് ജനം ഞങ്ങൾക്ക് ജാതികളെ പോലെ ഒരു രാജാവിനെ തരണം എന്ന് ആവശ്യപ്പെട്ടപ്പോൾ ദൈവം ദുഃഖിച്ചതായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. എന്നിട്ട് ദൈവം പറയുകയാണ്, ശമൂവേലേ, നീയും ദുഃഖിക്കേണ്ട, അവരും നിന്നെയല്ല തള്ളിപ്പറഞ്ഞത്, എന്നെയാണ് തള്ളിപ്പറഞ്ഞത്. അപ്പോൾ ദൈവം അവരുടെ രാജാവായിട്ടിരുന്ന് അവരെ ഭരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾക്കത് വേണ്ട, ജാതികളെ പോലെ ഒരു രാജാവിനെ തരണമെന്ന് പറഞ്ഞപ്പോൾ അവര് ദൈവത്തെ തന്നെ തള്ളിപ്പറയുകയായിരുന്നു എന്ന് കർത്താവ് പറഞ്ഞതായി നമുക്ക് പഠിക്കുവാൻ കഴിയുന്നുണ്ട്. 1 ശമൂവേൽ 8:7 നമുക്കത് വായിക്കുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ ദൈവം ആഗ്രഹിച്ചത് തന്റെ ജനം ജാതികളെ പോലെ മറ്റുള്ളവരെ പോലെ ജീവിക്കുവാനല്ല. ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ജനം, ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നതുമില്ല എന്ന് പറയത്തക്കവണ്ണം ഒരു ജനത്തെ ആണ് ദൈവം ആഗ്രഹിച്ചത്. ഇന്നും ദൈവത്തിന്റെ ആഗ്രഹം അതാണ്. ദൈവം നമ്മെ വീണ്ടെടുത്തിരിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണ്? ദൈവത്തിന്റെ വീണ്ടെടുപ്പ് പദ്ധതിയിൽ പ്രധാനമായിട്ടുള്ളത് മനുഷ്യനെ വീണ്ടെടുത്ത് ഭൂമിയിൽ ദൈവാധിപത്യം പുനഃസ്ഥാപിക്കുക എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ യേശുവിന് വഴിയൊരുക്കുവാൻ വന്ന യോഹന്നാൻ സ്നാപകൻ
ആ ദൈവരാജ്യത്തെക്കുറിച്ച് പ്രസംഗിച്ചത്. അതിനുശേഷം യേശുക്രിസ്തു ആ ദൈവരാജ്യത്തെക്കുറിച്ച് പ്രസംഗിച്ചു തുടങ്ങി. പിന്നെ ശിഷ്യന്മാരെ അയച്ചതും ദൈവരാജ്യത്തെക്കുറിച്ച് പ്രസംഗിക്കുവാൻ വേണ്ടിയായിരുന്നു എന്ന് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നുണ്ട്. ഈ ദൈവരാജ്യത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ മത്തായി സുവിശേഷകൻ പലയിടങ്ങളിലും പറഞ്ഞിരിക്കുന്നത് സ്വർഗരാജ്യം എന്നാണ്. എന്നാൽ മർക്കോസും ലൂക്കോസും പറഞ്ഞിരിക്കുന്നത് ദൈവരാജ്യം എന്നാണ്. യോഹന്നാന്റെ സുവിശേഷത്തിലാകട്ടെ കിങ്ഡം ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിന്റെ രാജ്യം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവം നമ്മൾ പഠിച്ചാൽ ദൈവരാജ്യമെന്നും സ്വർഗരാജ്യമെന്നും പറഞ്ഞിരിക്കുന്നത് ഒരേ കാര്യം തന്നെയാണ് എന്ന് നമുക്ക് ചില വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പഠിക്കുവാൻ കഴിയും. ഒരു വാക്യം ഞാൻ വായിക്കാം. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ നാം ഇങ്ങനെ കാണുന്നു, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. അപ്പോൾ തന്നെ മറ്റൊരു വാക്യം കൂടെ വായിക്കട്ടെ. ലൂക്കോസിന്റെ സുവിശേഷം അതിന്റെ 6-ാം അധ്യായത്തിന്റെ 20-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്, അനന്തരം അവൻ ശിഷ്യന്മാരെ നോക്കി പറഞ്ഞത്, ദരിദ്രന്മാരായ നിങ്ങൾ ഭാഗ്യവാന്മാർ, ദൈവരാജ്യം നിങ്ങൾക്ക് ഉള്ളത്. രണ്ടിടത്ത് ഒരേ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഒരിടത്ത് ദൈവരാജ്യമെന്നും വേറൊരിടത്ത് സ്വർഗരാജ്യമെന്നും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിലും ലൂക്കോസിന്റെ സുവിശേഷം 16-ന്റെ 16-ലും നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയും. സമയം ലാഭിക്കുവാൻ വേണ്ടി ഞാനതിപ്പോൾ ആ വാക്യങ്ങൾ എടുക്കുവാൻ താല്പര്യപ്പെടുന്നില്ല. സെയിം കാര്യം തന്നെയാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. അപ്പോൾ പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നത് ദൈവം തൻ്റെ രാജ്യം സ്ഥാപിക്കും, അതിൻ്റെ രാജാവ് മശീഹയായിരിക്കും, ഒരു രാജാവ് നീതിയോടെ വാഴും. അത് നമുക്ക് വ്യക്തമായി പഠിക്കുവാൻ കഴിയുന്നുണ്ട്. ഇന്ന് ആ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പ്രസംഗിച്ചു തുടങ്ങി. ദൈവരാജ്യം വരണമേ എന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് ആവശ്യപ്പെട്ടു. അതിനുശേഷം ദൈവരാജ്യം നിങ്ങളുടെ ഇടയിലുണ്ടല്ലോ എന്ന് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നുണ്ട്. ദൈവരാജ്യം എന്താണ്? ഭക്ഷണമല്ല, പാനീയമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണെന്ന് റോമാലേഖനത്തിൽ നമ്മൾ വായിക്കുന്നു. ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിൽ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കിയാൽ, ദൈവരാജ്യത്തെ രണ്ട് രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. ആത്മീക ദൈവരാജ്യമുണ്ട്, അക്ഷരികമായ ദൈവരാജ്യമുണ്ട്. ഇന്ന് ദൈവം സ്ഥാപിച്ചിരിക്കുന്നത് ആത്മീക ദൈവരാജ്യമാണ്. ദൈവരാജ്യം നിങ്ങളുടെ ഇടയിലുണ്ടല്ലോ, ദൈവരാജ്യം നിങ്ങളിലുണ്ടല്ലോ. ദൈവരാജ്യം ഭക്ഷണമല്ല, പാനീയമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവുമാണെന്ന് പറഞ്ഞിരിക്കുന്നത് ആത്മീക ദൈവരാജ്യമാണ്. ആ ആത്മീയ ദൈവരാജ്യത്തിൽ ആയിരിക്കുന്ന ദൈവമക്കൾ, അവർക്ക് ഈ ഭൂമിയിൽ കർത്താവ് സ്ഥാപിക്കുവാൻ പോകുന്ന അക്ഷരികമായ രാജ്യത്തിലും കർത്താവിനോടൊപ്പം വസിക്കുവാനും സന്തോഷിക്കുവാനും കഴിയുമെന്ന് വ്യക്തമായി നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. എന്താണ് ഈ ആത്മീക ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്? പരിശുദ്ധാത്മാവിനാൽ ദൈവാധിപത്യം ഹൃദയത്തിൽ സ്ഥാപിക്കുന്നതിനെയാണ് ആത്മീയ ദൈവരാജ്യം എന്ന് പറയുന്നത്. പരിശുദ്ധാത്മാവിനാൽ ദൈവാധിപത്യം നമ്മുടെ ഹൃദയത്തിൽ സ്ഥാപിച്ച് കർത്താവിന് നമ്മൾ പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്ത് കർത്താവ് നമ്മുടെ ഹൃദയത്തിൽ രാജാവായി വാണ് നമ്മെ കൺട്രോൾ ചെയ്യുന്നതാണ് ആത്മീയ ദൈവരാജ്യം. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, ആധിപത്യം അവന്റെ തോളിലിരിക്കും എന്ന് നമ്മൾ യെശയ്യാപ്രവചനത്തിൽ വായിക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തിന്റെ ആധിപത്യം അവന്റെ കരങ്ങളിൽ നാം ഏൽപ്പിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിന്റെ സിംഹാസനത്തിൽ നാം തന്നെയല്ല, പിശാചല്ല, മറ്റു വേറൊരു ശക്തിയല്ല, ദൈവം തന്നെയായിരിക്കും സിംഹാസനത്തിൽ ഇരുന്ന് നമ്മെ നിയന്ത്രിക്കുന്നത്. പരിശുദ്ധാത്മാവിന്റെ സ്വാധീനത്താൽ ഹൃദയങ്ങളെ രൂപാന്തരപ്പെടുത്തി ദൈവത്തിന്റെ സ്വരൂപത്തോട് നമ്മെ അനുരൂപരാക്കുന്നതാണ് ദൈവരാജ്യം. അങ്ങനെ അനുരൂപരായവർക്ക് മാത്രമേ ആ അക്ഷരികമായ ദൈവരാജ്യത്തിലേക്കും പ്രവേശിക്കുവാൻ സാധിക്കത്തുള്ളൂ. ഈ ദൈവരാജ്യത്തിലേക്കുള്ള പ്രവേശനം എങ്ങനെയാണ്? ഇവിടെ യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറഞ്ഞത്, സ്വർഗരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുവീൻ എന്നാണല്ലോ. എന്താണ് ഈ മാനസാന്തരം
എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് മനസ്സിന്റെ മാറ്റമാണ് മാനസാന്തരം. നമ്മളൊരു പ്രസംഗം കേൾക്കുകയോ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ പെട്ടെന്ന് നമുക്കൊരു കുറ്റബോധം വന്നിട്ട് ഞാൻ ചെയ്തത് തെറ്റിപ്പോയി എന്ന് പറയുന്നത് അല്ലെങ്കിൽ സോറി പറയുന്നത് മാത്രമല്ല മാനസാന്തരം എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിലെ കുറവുകളെ കുറിച്ച് നമ്മൾക്ക് ബോധ്യമാകുമ്പോൾ നമ്മൾ അത് പശ്ചാത്തപിക്കണം, നമ്മൾ സോറി പറയണം. എന്നാൽ ആ പാപത്തെ നമ്മൾ ഉപേക്ഷിച്ച ശേഷം ദൈവത്തിങ്കിലേക്ക് തിരിയണം. അല്ലെങ്കിൽ ദൈവം നമ്മുടെ ഉള്ളിൽ വസിക്കുവാനായിട്ട് നമ്മളുടെ ഹൃദയത്തെ നമ്മൾ ഒരുക്കി കൊടുക്കണം. അതാണ് മാനസാന്തരം. അതിനെക്കുറിച്ച് നാം ദൈവത്തിൽ വായിക്കുന്നുണ്ട്. ദൈവത്തിങ്കിലേക്ക് നമ്മൾ തിരിയണം. വിഗ്രഹങ്ങളെ വിട്ട്, പാരമ്പര്യങ്ങളെ വിട്ട്, വ്യർത്ഥമായ കാര്യങ്ങളെ വിട്ട് നാം ദൈവത്തിങ്കിലേക്ക് തിരിയുന്നതാണ് വാസ്തവത്തിൽ മാനസാന്തരം എന്ന് പറയുന്നത്. ഈ മാനസാന്തരം ഇല്ല എങ്കിൽ എന്ത് സംഭവിക്കും? നാം ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ ഒരു ധനവാനെ കുറിച്ചും ലാസറിനെ കുറിച്ചും വായിക്കുന്നുണ്ട്. അദ്ദേഹം തന്നെ പറയുകയാണ്, താൻ ആ യാതനാ സ്ഥലത്ത് പോകുവാൻ കാരണം മാനസാന്തരപ്പെടാഞ്ഞത് കൊണ്ടാണ്. എൻ്റെ സഹോദരന്മാരും ഇവിടെ തന്നെ വരികയുള്ളൂ, അതുകൊണ്ട് ഈ ലാസറിനെ നീ ഇങ്ങോട്ട് അയക്കണം. മരിച്ചവരിൽ നിന്ന് ഒരാൾ ചെന്ന് സുവിശേഷം പറഞ്ഞാൽ അവര് മാനസാന്തരപ്പെടും എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് മനസ്സിലായി ഞാൻ മാനസാന്തരപ്പെടാഞ്ഞത് എന്തുകൊണ്ടാണെന്ന്. ആ മരിച്ചവരിൽ നിന്ന് ഒരുവൻ വന്ന് പറഞ്ഞാൽ അവർ വിശ്വസിക്കുമെന്ന്. മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ കർത്താവാണ് ഇന്ന് സകല മനുഷ്യരോടും പറയുന്നത് മാനസാന്തരപ്പെടുവീരെന്ന്. അങ്ങനെ മാനസാന്തരപ്പെട്ടെങ്കിൽ മാത്രമേ ആ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ കഴിയുള്ളൂ. ദൈവത്തിന് നമ്മുടെ ഉള്ളിൽ വസിക്കുവാൻ നാം ഹൃദയം ഒരുക്കി കൊടുക്കുകയാണ്. ദൈവവാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നല്ലോ, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കും, എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കും, ഞങ്ങൾ അവനോടുകൂടെ വാസം ചെയ്യും. അപ്പം നമ്മൾ മാനസാന്തരപ്പെടുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ കുറവുകളെ നമ്മൾ ഏറ്റുപറഞ്ഞ് ദൈവത്തിന് നമ്മുടെ ഹൃദയത്തെ വസിക്കുവാനായിട്ട് ഒരുക്കി കൊടുക്കുമ്പോൾ കർത്താവായ യേശുവും ദൈവവും നമ്മുടെ ഹൃദയത്തിൽ വസിക്കുകയാണ്. അങ്ങനെ ദൈവം നമ്മുടെ ഹൃദയത്തിൽ വസിക്കുമ്പോൾ നമ്മളുടെ ജീവിതത്തിൽ ആ മാനസാന്തരത്തിന്റെ ഫലമുണ്ടാകും. അതുകൊണ്ടാണ് അനേകര് കടന്നു വന്ന് യോഹന്നാന്റെ കൈക്കീഴിൽ സ്നാനമേറ്റു. പക്ഷേ പരീശന്മാരിലും സാദൂക്യരിലും ചിലർ അടുത്തു വരുന്ന കണ്ടപ്പോൾ അവൻ അവരോട് പറഞ്ഞത്, സർപ്പസന്തതികളെ, വരുവാനുള്ള കോപത്തെ ഒഴിഞ്ഞ് ഓടിപ്പോകുവാൻ നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നത് ആര്? മാനസാന്തരത്തിന് തക്ക ഫലം കായിപ്പീൻ. അബ്രഹാം നിങ്ങൾക്ക് പിതാവായിട്ടുണ്ടെന്ന് ഉള്ളം കൊണ്ട് പറയുവാൻ തുനിയരുത്. ഈ കല്ലുകളിൽ നിന്ന് അബ്രഹാമിന് മക്കളെ ഉളവാക്കുവാൻ ദൈവത്തിന് കഴിയുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അപ്പോൾ മാനസാന്തരപ്പെടുക എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു ഫലം പുറപ്പെടുവാൻ ഇടയായിത്തീരും. മാനസാന്തരത്തിനൊരു ഫലമുണ്ട്. അശുദ്ധനായി ജീവിച്ചൊരു വ്യക്തി, ആ വ്യക്തി മാനസാന്തരപ്പെട്ടു കഴിഞ്ഞാൽ അദ്ദേഹം വിശുദ്ധനായി ജീവിക്കുവാൻ ആഗ്രഹിക്കും. അതാണ് മാനസാന്തരത്തിന് തക്കതായ ഫലം. അൺക്ലീൻ ബിക്കം ക്ലീൻ. ഒരു സെൽഫിഷ് ആയിട്ടുള്ള, മറ്റുള്ളവരുടെ എല്ലാം എനിക്ക് വേണം, എന്റേതൊന്നും ഞാൻ കൊടുക്കില്ല എന്ന് പറഞ്ഞ് കവർച്ച ചെയ്യുന്ന ഒരു കള്ളനാണെങ്കിൽ മാനസാന്തരപ്പെട്ടു കഴിഞ്ഞാൽ ഇനിയും എനിക്ക് മറ്റുള്ളവരുടെ ഒന്നും വേണ്ട, ഞാൻ അധ്വാനിച്ച് ആവശ്യക്കാരനെ സഹായിക്കും എന്ന് പറയുന്നതാണ് മാനസാന്തരത്തിന് തക്കതായ ഫലമെന്ന് പറയുന്നത്. ഒരു മദ്യപാനിയായ ഒരു വ്യക്തി, ആ വ്യക്തി സുവിശേഷം കേട്ടു മാനസാന്തരപ്പെടുമ്പോൾ മദ്യപാനം ഉപേക്ഷിക്കുക മാത്രമല്ല, മറിച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാകുന്ന ആ ആത്മീയമായ വീഞ്ഞിനാൽ നിറയപ്പെട്ട് ആ ദൈവത്തിന്റെ ആത്മാവിനാൽ കൺട്രോൾ ചെയ്യപ്പെടുന്ന ഒരു വ്യക്തിയായിട്ട് മാറുവാൻ ഇടയാകും. അതുപോലെ ഓരോ അവസ്ഥയിലും ഓരോരുത്തരും തങ്ങളുടെ ആ ഔദ്യോഗിക സ്ഥാനങ്ങളിൽ ആയിരിക്കുന്ന ആളുകൾ, ടാക്സ് കളക്ട് ചെയ്യുന്നവർ, അല്ലെങ്കിൽ ഒഫീഷ്യലായിട്ടുള്ള ജോലികളൊക്കെ ചെയ്യുന്നവർ, അവരോടെല്ലാം കർത്താവ് പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ ജോലി സ്ഥലങ്ങളിൽ ഇന്നതുപോലെ പ്രവർത്തിക്കണം. ആ മാനസാന്തരത്തിന്റെ ഫലം നിങ്ങളിൽ നിന്ന് പുറപ്പെടണമെന്ന് കർത്താവ് അവരെ കുറിച്ച് പറയുവാനിടയായി. നമ്മുടെ ജീവിതത്തിൽ ദൈവമക്കളെ, ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നാം ആ മാനസാന്തരപ്പെട്ട് ദൈവരാജ്യത്തിന്റെ
പ്രവർത്തികൾ ചെയ്യുന്നവരായി, ദൈവരാജ്യം വെളിപ്പെടുത്തുന്നവരായി, മാനസാന്തരത്തിന്റെ ഫലങ്ങൾ നമ്മിൽ നിന്ന് പുറപ്പെടുന്നവരായിരിക്കാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. കർത്താവ് തന്നെ പറഞ്ഞു, 2 രാജ്യമുണ്ട്. ഒന്ന് ദൈവത്തിന്റെ രാജ്യം. ദൈവരാജ്യത്തിന് തന്നെ 2 അവസ്ഥകളുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ആത്മീയ ദൈവരാജ്യം, അക്ഷരീകമായ ദൈവരാജ്യം. വ്യക്തമായി ദൈവവചനത്തിൽ നമ്മളത് പഠിക്കുന്നുണ്ട്. തുടർന്നുള്ള ദിവസങ്ങളിൽ നമ്മൾക്ക് ആ വരുവാൻ പോകുന്ന അക്ഷരീകമായ ദൈവരാജ്യത്തെക്കുറിച്ചും സമയോചിതം പോലെ പഠിക്കാവുന്നതാണ്. എന്നാൽ അപ്പോൾ തന്നെ കർത്താവ് പറഞ്ഞു, സാത്താൻ ഒരു രാജ്യമുണ്ട്. സാത്താന്റെ രാജ്യം കർത്താവ് തന്നെ പറഞ്ഞതാണ്. സാത്താന്റെ രാജ്യത്തിന്റെ രാജാവ് ഈ ലോകത്തിന്റെ ദൈവമായ സാത്താനാണ്, പിശാചാണ്. അത് ഇരുളിന്റെ പ്രവൃത്തികളാണ്, അനീതിയാണ്. എന്നാൽ ദൈവരാജ്യത്തിന്റെ രാജാവ് ദൈവമാണ്. അത് വെളിച്ചമാണ്, അത് പ്രകാശമാണ്. ആ നമ്മൾ ഇതിൽ ഏത് രാജ്യത്തിലായിരിക്കണമെന്നുള്ളത് ഞാനും നിങ്ങളും, നമ്മൾ ഓരോരുത്തരുമാണ് തെരഞ്ഞെടുക്കേണ്ടത്. എനിക്ക് ദൈവരാജ്യത്തിലായിരിക്കണമോ അതോ സാത്താന്റെ രാജ്യത്തിലായിരിക്കണമോ? സാത്താന്റെ രാജ്യം അത് നിത്യമായ നിത്യാഗ്നിയിലേക്ക് അവസാനിക്കുന്നതായിരിക്കുമ്പോൾ ദൈവത്തിന്റെ രാജ്യം നിത്യമായി നിലനിൽക്കുന്ന ദൈവത്തിന്റെ രാജ്യമാണ്. അപ്പോൾ നമ്മുടെ ആഗ്രഹം അതായിരിക്കട്ടെ, ദൈവരാജ്യത്തിൽ നമുക്ക് പങ്കുവേണം, ദൈവരാജ്യത്തിൽ നമ്മളായിരിക്കണം. കർത്താവിനോടുകൂടെ നമ്മൾ യുഗാനുഗമായി ജീവിക്കുന്നവരായിരിക്കണം. ഈ ഭൂമിയിൽ തന്നെ ആ ദൈവരാജ്യത്തിന്റെ അനുഭവം പ്രാപിച്ച് നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും ജീവിക്കുവാൻ നമുക്കിടയാകണം. അതിനുവേണ്ടി നമ്മൾ ഉപേക്ഷിക്കേണ്ടതിനെല്ലാം ഉപേക്ഷിക്കുക. യോഹന്നാൻ സ്നാപകൻ ചിലതിനെ വേണ്ടെന്ന് വെച്ചപ്പോൾ ശ്രേഷ്ഠമായത് ദൈവം അവന് നൽകി. സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ ഏറ്റവും വലിയവനാണ് അവനെന്ന് കർത്താവ് തന്നെ സാക്ഷ്യം പറയത്തക്കവണ്ണം അവൻ ശ്രേഷ്ഠനായി മാറിയെങ്കിൽ ദൈവരാജ്യത്തിനു വേണ്ടി നമ്മുടെ ജീവിതം സമർപ്പിച്ചാൽ നമ്മെ ദൈവം മാനിക്കുവാനിടയായിത്തീരും. അതിനായിട്ട് ഈ തിരുവചന ധ്യാനം നമ്മെ ഒരുക്കട്ടെ, സഹായിക്കട്ടെ. മാനസാന്തരം വെറും പാപം ഏറ്റുപറച്ചിൽ മാത്രമല്ല, പാപം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുകയും ദൈവത്തെ നമ്മുടെ ഹൃദയത്തിലേക്ക് വസിക്കുവാനായിട്ട് നമ്മുടെ ഹൃദയത്തെ ഒരുക്കി കൊടുക്കുകയും ചെയ്യുന്നതാണ് റിയലായ മാനസാന്തരം. അങ്ങനെ ആ ദൈവരാജ്യത്തിന്റെ അനുഭവം പ്രാപിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ഈ സമയവും നിന്റെ വചനവുമായിട്ട് ഞങ്ങൾക്ക് ഒരുമിച്ചായിരിക്കാനിടയായല്ലോ. ഈ വചനം പഠിച്ച എല്ലാവരെയും കർത്താവ്, പഠിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആ ദൈവരാജ്യത്തിന്റെ അനുഭവം പ്രാപിക്കുന്ന തടസ്സമായിരിക്കുന്ന എല്ലാ കാര്യങ്ങളെയും ഉപേക്ഷിച്ച് ദൈവരാജ്യത്തിന്റെ സന്തോഷം അനുഭവിക്കുവാൻ എല്ലാവർക്കും ദൈവം ഇടയാക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ചെയ്യുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.